നേരെ എറണാകുളത്തേക്ക് പോകാം. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയായ യുവതിക്ക് കഴിഞ്ഞ വർഷം മർദ്ദനമേറ്റ സംഭവത്തിൽ നടപടി വരികയാണ്. യുവതിയെ മർദ്ദിച്ച SHO പ്രതാപ് ചന്ദ്രനെ സസ്പെൻഡ് ചെയ്തു. സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് നടപടി. കോടതി ഇടപെടലിനെ തുടർന്നാണ് സ്റ്റേഷനിലെ മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പരാതിക്കാരിക്ക് ലഭിച്ചത്. ഇതിന് പിന്നാലെയാണ് സസ്പെൻഷൻ. മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം യുവതി പരാതി നൽകിയിരുന്നുവെങ്കിലും ദൃശ്യങ്ങൾ പുറത്തു വരുന്നതുവരെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിരുന്നില്ല. നിഷ ദിലീപാണ് ഈ റിപ്പോർട്ടിന്റെ വിശദമായ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. നിഷ, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ പൊതുസമൂഹം അറിയുന്നത്. ഏതാണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗർഭിണിയെ പോലീസ് സ്റ്റേഷനിൽ, അതും പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ചെകിടത്തടിക്കുകയാണ്. അതായത് ഒരു കാലഘട്ടങ്ങളിൽ ഈ ഗുണ്ടാരാജ് എന്നൊക്കെ നമ്മൾ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ മുൻപ് വിശേഷിപ്പിക്കുന്ന കാലത്ത് അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവങ്ങൾ ഇതാ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇപ്പോൾ ഏത് രീതിയിലുള്ള നടപടികളിലേക്കാണ് കടന്നിരിക്കുന്നത്? ഗൗതം, 2024 ജൂൺ 30 എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ഒരു സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മൾ കാണുന്നത്, ലോകം കാണുന്നത്. കാരണം ഒരു ഗർഭിണിയായ സ്ത്രീക്ക് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവിടുത്തെ നിയമം പാലിക്കേണ്ട ഉദ്യോഗസ്ഥനിൽ നിന്ന്, അവിടുത്തെ SHOയിൽ നിന്ന് ഏറ്റവും ക്രൂരമായ മർദ്ദനം, കരണത്തടിക്കുകയും ഒപ്പം തന്നെ അവരെ നെഞ്ചിൽ പിടിച്ച് തള്ളുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഞെട്ടലോടെ കണ്ടത്. എന്തായാലും ഒരു വർഷം കാത്തിരിക്കേണ്ടി വന്നു ആ സ്ത്രീക്ക് നീതി ലഭിക്കാൻ. കാരണം പല സ്ഥലത്തും അവർ നീതിക്കായി കയറിയിറങ്ങി, മുഖ്യമന്ത്രിക്ക് പരാതി നൽകി, DGPക്ക് പരാതി നൽകി. പക്ഷെ അപ്പോഴൊന്നും തന്നെ ഈ കുറ്റക്കാരനായ ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടി എടുത്തിരുന്നില്ല. പിന്നീട് അവർ കോടതിയെ സമീപിച്ചു. കോടതിയിൽ നിന്നാണ് അവർക്ക് നീതി ലഭിച്ചത്. കാരണം ഇതിൻ്റെ ദൃശ്യങ്ങൾ, വിവരാവകാശ നിയമപ്രകാരം ഇതിൻ്റെ ദൃശ്യങ്ങൾ അവർ ചോദിച്ചു, ആവശ്യപ്പെട്ടു. കോടതി അത് നൽകാൻ ഉത്തരവിട്ടിട്ട് പല തവണ ഈ ദൃശ്യങ്ങൾ നൽകാതെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ നൽകാൻ തയ്യാറായില്ല. വീണ്ടും കോടതിയെ സമീപിച്ചതോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു ദൃശ്യങ്ങൾ, അന്ന് നടന്ന ഒരു വർഷത്തിന് മുമ്പ് നടന്ന ക്രൂരമായ ഈ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നത്. എന്തായാലും നടപടി ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ അരൂർ SHO ആയിട്ടുള്ള, അന്ന് നോർത്ത് സ്റ്റേഷനിലെ SHO ആയിരുന്ന, നിലവിൽ അരൂർ SHO ആയ പ്രതാപ് ചന്ദ്രനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ എങ്കിലും ഈ മർദ്ദനമേറ്റ ഷൈമോളുടെ കുടുംബം അതിൽ തൃപ്തരല്ല. കാരണം ഈ ഷൈമോളും കുടുംബവും പറയുന്നത് ഇയാൾക്കെതിരെ 6 മാസത്തേക്കാണ് ഈ സസ്പെൻഷൻ കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥൻ വീണ്ടും സർവീസിൽ തിരിച്ചു കയറും. പക്ഷേ ആ രീതിയിലുള്ളൊരു നടപടിയല്ല വേണ്ടത്. കാരണം ഇത്രയും ക്രൂരമർദ്ദനം നടത്തിയതിൻ്റെ ദൃശ്യങ്ങൾ ലോകം കാണുമ്പോൾ അയാൾക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് അയാളെ പ്രതിയാക്കി കേസെടുക്കണമെന്നാണ് ഈ ഷൈമോളുടെയും കുടുംബത്തിൻ്റെ ആവശ്യം. എന്തായാലും ഈ നീതിക്കായി ഏതറ്റം വരെയും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഷൈമോളുടെ കുടുംബം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ഈ നോർത്ത് പോലീസ് സ്റ്റേഷനും നോർത്ത് റെയിൽവേ സ്റ്റേഷനും ഒക്കെ അടുത്തുള്ള ഈ ഷൈമോളും ഭർത്താവ് ബെൻജോയും കൂടി നടത്തുന്ന ഒരു ഹോട്ടലിൻ്റെ മുന്നിലാണ്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ബെൻ ടൂറിസ്റ്റ് ഹോം എന്ന ഈ ഒരു ഹോട്ടലിന് മുന്നിലാണ് ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നത്. ഈ 2024 ജൂൺ 20 ഈ ഹോട്ടലിൻ്റെ മുന്നിൽ വെച്ച് 2 ചെറുപ്പക്കാരെ പോലീസുകാർ മർദ്ദിക്കുന്ന ദൃശ്യം ഷൈമോളുടെ ഭർത്താവ് ബെൻജോ ഫോണിൽ പകർത്തുകയാണ്. ഇത് പോലീസുകാർ കാണുന്നുണ്ട്. പിന്നീട് അവർ തിരിച്ചു പോവുകയും അടുത്ത ദിവസം തന്നെ വന്ന് ഈ ദൃശ്യങ്ങൾ അവർക്ക് നൽകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഷൈമോളും ഭർത്താവും ഇത് നൽകാൻ തയ്യാറാകാത്തതോടെ ഈ ഷൈമോളുടെ ഭർത്താവ് ബെൻജോയെ പോലീസുകാർ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തുടർന്ന് ഈ ഷൈമോൾ ഭർത്താവിന് പിന്നാലെ ഒരു ഓട്ടോയിൽ ഈ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ക്രൂരമായി ഭർത്താവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് ഈ മർദ്ദനമൊക്കെ നടക്കുന്നത്. അതിനുശേഷം ഈ ഭർത്താവിനെ മർദ്ദിക്കുന്നത് കണ്ട് ഇവർ അവിടെ സ്റ്റേഷനിലേക്ക് എത്തുന്നു. തുടർന്ന് ഓരോ കാര്യങ്ങൾ ഷൈമോൾ ചോദിക്കുമ്പോൾ ഈ SHO, അയാളന്ന് യൂണിഫോമിലല്ലായിരുന്നു, നമുക്ക് ദൃശ്യങ്ങൾ കാണാം. SHO വനിതാ പോലീസുകാരടക്കം അവിടെ ഉള്ള സമയത്താണ് ഗർഭിണിയായ ഷൈമോളെ പിടിച്ചു തള്ളുന്നതും അവരുടെ നെഞ്ചിൽ പിടിച്ചു തള്ളുന്നതും കരണത്തടിക്കുന്നതും ഒക്കെയുള്ള ദൃശ്യങ്ങളാണ് നമ്മളതിൽ കാണുന്നത്. എന്തായാലും വനിതാ പോലീസുകാരടക്കം നിൽക്കുന്ന സമയത്താണ് അവിടുത്തെ അന്നത്തെ SHO ആയിരുന്ന പ്രതാപചന്ദ്രൻ, അയാൾ യൂണിഫോമിലല്ല, ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ ഗർഭിണിയായ യുവതിക്ക് നേരെ ക്രൂരമായി തന്നെ ഈ യുവതിയെ മർദ്ദിക്കുന്നത്. താൻ ഗർഭിണിയാണ് എന്ന് അറിയിച്ചിട്ട് പോലും അയാൾ ആ മർദ്ദനം തുടർന്നുകൊണ്ടേയിരുന്നു എന്നാണ് ഷൈമോൾ പറയുന്നത്. എന്തായാലും കേരളത്തിന്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങൾ പുറത്തു വരാനായി ഒരു വർഷം അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ എല്ലാവരും കാണുന്നതാണ്.
ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ, കാരണം ഈ ഒരു സംഭവം നടന്ന് ഈ ഒരു വർഷം അവർ പലയിടങ്ങളിൽ കയറിയിറങ്ങി, അവർ പോകാത്ത സ്ഥലങ്ങളില്ല. പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകി. പക്ഷെ യാതൊരു നടപടിയും ഈ ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടായില്ല. അതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഒരു സ്ത്രീ നീതിക്കായി ഒരു വർഷം പല വാതിലുകൾ കയറിയിറങ്ങിയിട്ടും അവർക്ക് നീതി ലഭിച്ചില്ല. പിന്നീട് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ നടപടിയെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ പ്രതാപചന്ദ്രനെതിരെ ഒരു ഓക്കെ നിഷ, എന്തായാലും ഈ പ്രതാപ് ചന്ദ്രൻ എന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ നടപടി സ്വീകരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. പക്ഷേ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ നടപടി എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സർക്കാരും പോലീസും ഒക്കെ എത്തി. മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ ഈ സ്ത്രീ പരാതി നൽകിയതാണ്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. ഒരുപക്ഷെ ഈ ദൃശ്യം കോടതി ഇടപെട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇത്രയും വലിയ ക്രിമിനൽ പ്രവർത്തനം നടത്തിയ ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോഴും സസ്പെൻഷനിലൊന്നും ആകാതെ ആ ചുമതലയിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ട് ഇത്രയെങ്കിലും നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നിഷ ദിലീപാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. നേരെ